ഇടിയിലാണ് ഇന്ന് പൊന്നുതമ്പുരാൻ്റെ തൃക്കൊടിയേറ്റാണ്. നമ്മുടെ വഴിപാടുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, അതിനാണ് വന്നത്. ആനയടിപ്പൂരം കാണാൻ പോകുന്നവരാണോ നിങ്ങളെങ്കിൽ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്ത് വെച്ചേക്കാം, അവിടെ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. ആദ്യം നമുക്ക് ആനയടിയിലേക്ക് എങ്ങനെ എത്താം എന്ന് നോക്കാം. തിരുവനന്തപുരത്ത് നിന്നും വരുന്നവർ കൊട്ടിയം, കണ്ണനെല്ലൂർ, കുണ്ടറ, ഭരണിക്കാവ്, ചക്കുവളി, ആനയടി. തിരുവനന്തപുരത്ത് നിന്ന് വരുന്നവർക്ക് മറ്റൊരു വഴി കൂടിയുണ്ട്, കൊട്ടാരക്കര, പുത്തൂർ, ഭരണിക്കാവ്, ആനയടി. കൊല്ലത്ത് നിന്നും ആനയടിയിലേക്ക് എത്തുന്നതിനായിട്ട് കൊല്ലം, കുണ്ടറ, കടപ്പുഴ, ഭരണിക്കാവ് റോഡ് തിരഞ്ഞെടുക്കാവുന്നതാണ്. പത്തനംതിട്ട എത്തുന്നവർ പത്തനംതിട്ട, പന്തളം, കുടശനാട്, നൂറനാട്, ആനയടി എന്നിങ്ങനെ എത്താം. കോട്ടത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ശാസ്താംകോട്ടയാണ്. മറ്റ് പ്രധാന റെയിൽവേ സ്റ്റേഷനുകൾ കരുനാഗപ്പള്ളി, കായംകുളം എന്നിവ വഴിയും ക്ഷേത്രത്തിലേക്ക് നിങ്ങൾക്ക് എത്താവുന്നതാണ്. ഇതൊന്നുമില്ലെങ്കിലും ഗൂഗിൾ അമ്മച്ചിയുടെ സഹായത്തോടെ നിങ്ങൾക്ക് ആനയടി പൂരത്തിൽ പങ്കെടുക്കുവാനായിട്ട് എത്താവുന്നതാണ്. സെർച്ച് ചെയ്താൽ ആനയടി എന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് എന്തായാലും ആനയടി അമ്പലത്തിൻ്റെ ലൊക്കേഷൻ കിട്ടും. അതുപോലെ തന്നെ വഞ്ചിമുക്ക് എന്ന് സെർച്ച് ചെയ്താൽ അവിടത്തെയും ലൊക്കേഷൻ കിട്ടും. വഞ്ചിമുക്കിന് എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വഞ്ചിമുക്കിലാണ് എല്ലാ ഗജവീരന്മാരെയും രാവിലെ സ്വീകരണത്തിനായിട്ട് കൊണ്ടുവരുന്നത്. ഇതാണ് വഞ്ചിമുക്ക്. ഇവിടെ നിന്നും കുറച്ചുകൂടി താഴോട്ട് പോകുമ്പോൾ താമരക്കുളം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ഒരു ലോഡ്ജ് ഉണ്ട്. റൂം എടുക്കേണ്ടവർക്ക് അവിടെ വേണമെങ്കിൽ റൂം എടുക്കാം. അതുപോലെ തന്നെ ആനയടി ജംഗ്ഷനിലും ഒരു ലോഡ്ജ് ഉണ്ട്. അമ്പാടി ലോഡ്ജ് എന്നാണ് ലോഡ്ജിൻ്റെ പേര്. അവിടെയും വേണമെന്നുള്ളവർക്ക് റൂം എടുക്കാം. ആ രണ്ട് സ്ഥലത്തിൻ്റെയും കോൺടാക്ട് ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ തൊട്ട് താഴെ ഞാൻ കൊടുത്തിരിക്കാം. താല്പര്യമുള്ളവർക്ക് അവിടെ റൂം എടുക്കാവുന്നതാണ്. ഇതാണ് ആനയടിയിലെ ഒരു പ്രധാനപ്പെട്ട ഹോട്ടൽ. ഇവിടെയുമുണ്ട്. ഇതിനപ്പുറത്തതായി കാണുന്ന ഇത് ആനയടി വഞ്ചിമുക്ക് ജംഗ്ഷനാണ്. ഈ കാണുന്ന സ്ഥലത്തും ഒരു ഹോട്ടലുണ്ട്. ഇവിടെ രണ്ടിടത്തു നിന്നും നിങ്ങൾക്ക് ആനയടി ഉത്സവത്തിന് വന്നാൽ ഭക്ഷണം ലഭിക്കുന്നതായിരിക്കും. ആനയടിയിലെ എല്ലാ പരിപാടികളും ഒരുവിധം ക്ലിയർ ചെയ്തു, എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിഞ്ചിലത്തിനോടൊപ്പമാണ് നമ്മുടെ ഗജവീരൻ ഉണ്ണിമങ്ങാട് ഗണപതി കടന്നു വരുന്നത്. അപ്പോൾ എല്ലാ പരിപാടികളും ക്ലിയർ ചെയ്തു. ഭഗവാന്റെ തൃക്കൊടിയേറ്റ് സദ്യയും കഴിച്ചു തിരിച്ച് നമ്മൾ മടങ്ങുന്ന വഴി ശ്രീകൃഷ്ണ അമ്പലത്തിനടുത്തതാ നമ്മുടെ ആനയടിക്കാരൻ അപ്പുവിൻ്റെ കൊമ്പ് മുറിക്കുകയാണ്. കൊമ്പൊക്കെ മുറിച്ച് സുന്ദര കുട്ടപ്പനായി അവനും ആനയടി ഗജമേളയ്ക്കായി ഒരുങ്ങി കഴിഞ്ഞു. ഈ വരുന്ന 2025 ജനുവരി 29 ചരിത്രപ്രസിദ്ധമായ ആനയടി ഗജമേളയ്ക്ക് അരങ്ങൊരുങ്ങുന്നത്. എല്ലാ ആനപ്രേമികളെയും പൂരപ്രേമികളെയും ആനയടിയുടെ മണ്ണിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യും.